ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് പാസ്സാവാനുള്ള കുറച്ച് ഈസി മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അറിയാമായിരിക്കും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ സെമസ്റ്റർ എക്സാംസ് ഒക്കെ അടുത്തിരിക്കുകയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വരുന്ന ജാനുവരി, അതായത് നെക്സ്റ്റ് ഇയർ ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നമുക്ക് നമ്മുടെ സെമസ്റ്റർ എക്സാംസ് പ്രതീക്ഷിക്കാം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന തിരക്കിലാണ്. എന്നിരുന്നാൽ കൂടിയും അവർക്ക് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവർക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണ്ടേ, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം, എന്തെങ്കിലും ഈസി മെത്തേഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പഠിച്ചു തുടങ്ങുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതുന്ന കുട്ടികളാണ്. കാരണം അവർ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തവരാണ്, ആദ്യമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവരാണ്. ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒന്നും അവർ ഇതുവരെ അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പഠിച്ചു തുടങ്ങണം, എക്സാമൊക്കെ എങ്ങനെയായിരിക്കും, ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവരുടെ ഒരു ഡൗട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. അപ്പോൾ അവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സെമസ്റ്ററിൽ 4 പേപ്പറാണ് എഴുതാനുള്ളത്. അതായത് അവരുടെ ആദ്യത്തെ സെമസ്റ്ററിൽ 2 മെയിൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 2 ഇലക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മാതൃഭാഷ, അതായത് നമ്മുടെ മലയാളം ഭാഷയിൽ തന്നെ അവർക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാം ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് ഡൗട്ട് ചോദിക്കുന്ന കുട്ടികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവരുടെ ഓരോ പേപ്പറിൻ്റെയും സിലബസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എല്ലാ പേപ്പറിൻ്റെയും സിലബസുകളൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതൊരു വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കുകയോ ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒന്ന് ടിക്കിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എല്ലാ പേപ്പേഴ്സിലെ യൂണിറ്റ്സും ടോപ്പിക്സും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവരുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ ചില കുട്ടികൾക്ക് ഫുൾ ടോപ്പിക്കൊക്കെ കവർ ചെയ്യാൻ ഈ ഒരു ദിവസം തന്നെ മതിയാകും. പക്ഷെ മറ്റു ചില കുട്ടികൾക്ക് ഈ ഒരു ഫുൾ ടോപ്പിക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കുട്ടികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് മാത്രം അധിക സമയം കൊടുത്തിട്ട് ആ ഭാഗങ്ങൾ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കുകൾ അവർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടിയും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആണെങ്കിലും നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിലബസിൽ അത് മാർക്ക് ചെയ്ത് വെക്കാം, ഒന്നെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ബ്ലോക്കുകളിൽ ഓരോ യൂണിറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് താഴെ ആയിട്ട് തന്നെ ഉണ്ടാവും ആ യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 1, 2, 3 ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഓരോ സെമസ്റ്ററിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് 2-3 തവണയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെ റിവൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മറന്നു പോകുക എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു മറവിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി റിവിഷൻസോ വീക്ക്ലി റിവിഷൻസോ മന്ത്ലി റിവിഷൻസോ അതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എക്സാമിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ചെയ്യാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം റിവൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ റിവൈസ് ചെയ്യാം, ഇന്നും നാളെയും പഠിക്കുന്നത് മറ്റന്നാൾ റിവൈസ് ചെയ്യാം. അങ്ങനെ റിവിഷൻ നമ്മൾ പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ചെയ്തു പോവാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ പാർട്ട് വയസ്സായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ, 4 പാർട്ടായിട്ടാണ്. അതിൽ ഏറ്റവും അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു എസ്സേയിലാണ്. പക്ഷേ പല കുട്ടികൾക്കും എസ്സേ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കുട്ടികൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എസ്സേ ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ടത്, എസ്സേ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതിലെ ഉത്തരങ്ങൾ ആ ഒരു എസ്സേ പോലെ മനഃപ്പാഠമാക്കി പഠിക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പോയിന്റ് വൈസായിട്ട് തരം തിരിച്ച് വെക്കുക. എന്നിട്ട് ആ പോയിന്റുകൾ മാത്രം പഠിച്ചു പോവുക. ഓക്കെ, എന്നിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എസ്സേ വരുന്ന സമയത്ത് ഈ ഒരു പഠിച്ചിരിക്കുന്ന പോയിന്റുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ തന്നെ നമുക്ക് എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എസ്സേയുടെ ടോപ്പിക്കുകൾ അതുപോലെ തന്നെ മനഃപ്പാഠം പഠിക്കേണ്ട പോയിന്റ് വൈസായിട്ട് പഠിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെയാണ്. അപ്പോൾ എസ്സേ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുക, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പം മുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി പോകുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന 1 വേർഡ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പഠന സമയം ക്രമീകരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾ രാത്രി പഠിക്കുന്നവരും ചില കുട്ടികൾ മോർണിംഗ്, ചില കുട്ടികൾ ഉച്ചയ്ക്ക് പഠിക്കുന്നവർ, അങ്ങനെ പല ടൈം ഷെഡ്യൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പഠനത്തിലേക്ക് മാത്രം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ റെഫർ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പല വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഉത്തരങ്ങളും അതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ റെഫർ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കാണാതെ പഠിക്കുന്നതിന് പകരം കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല കുട്ടികളും പറയുന്ന ഒരു പ്രശ്നം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മറവി എന്നുള്ളതാണ്. അത് ഈ ഒരു പോർഷൻസ് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ കാണാതെ പഠിച്ചു പോകുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. ആ കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാം വരുന്ന സമയത്ത് നമുക്ക് ആ കണ്ടന്റ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് കണ്ടന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം കണ്ടന്റ് മാത്രമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ വായിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ എഴുതി പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എഴുതി പഠിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നമുക്കൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല കുട്ടികളും കംപ്ലൈൻറ്റ് പറയുന്നത് എനിക്ക് റിട്ടൺ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മറവി എന്നുള്ളതിൻ്റെ മറ്റൊരു സൊല്യൂഷനും കൂടെയാണ് എഴുതി പഠിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ വായിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് മൈൻഡിൽ നിൽക്കണമെന്നില്ല, പക്ഷേ എഴുതി പഠിക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസും കുറവാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.